നീ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പം നീ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കാമുകി നിങ്ങളെ തേക്കുന്നത് അവൾ പറയാണ്, ചേട്ടൻ എന്നേക്കാളും നല്ല പെണ്ണിന് കിട്ടും. അപ്പോൾ നമ്മൾ പറയും, നീ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതാണ് സെൻറ്റൻസ്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഐ ന്യൂ യു വുഡ് സേ ദിസ്. ഐ ന്യൂ, നോയിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ. ഐ ന്യൂ യു വുഡ് സേ ദിസ്. നീ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഐ വാസ് എക്സ്പെക്ടിങ് യു ടു സേ ദിസ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നീ ഇത് പറയുമെന്ന്. അതാണ് ഐ വാസ് എക്സ്പെക്ടിങ് യു ടു സേ ദിസ്. ഇനി മൂന്നാമത്തെ ഭയങ്കര കൂളായിട്ടുള്ളൊരു ഫ്രേസാണ്, ഞാൻ പറഞ്ഞുതരാം. ഐ സോ ദിസ് കമ്മിങ്. ഐ സോ ദിസ് കമ്മിങ്. ഇത് വരുന്നത് ഞാൻ കണ്ടു എന്നാണ് എൻ്റെ ലിറ്ററൽ മീനിങ്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കിത് ഉപയോഗിക്കാം. ഐ സോ ദിസ് കമ്മിങ് പറയാം. ഇനി ഐ സോ ദിസ് കമ്മിങ്ങിന് മറ്റൊരു എന്താ പറയുക, ഇത് പറയുന്ന കേസിൽ മാത്രമല്ല, വേറെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാനൊരു വേറെണ്ണം പറഞ്ഞുതരാം. ഐ സോ ദിസ് കമ്മിങ് ഉപയോഗിക്കാൻ പറ്റിയൊരു വേറെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്, അവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ ഫുൾ ഉഴപ്പാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു അവൻ ഫുൾ ഉഴപ്പ് കണ്ടപ്പോൾ അവൻ പൊട്ടുന്നു. എന്നിട്ട് അവൻ്റെ റിസൾട്ട് വന്നു, അവൻ പൊട്ടി. അപ്പോൾ നിങ്ങൾ പറയും ഐ സോ ദിസ് കമ്മിങ്, കാരണം എനിക്കറിയാമായിരുന്നു നീ പൊട്ടുമെന്ന്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഐ സോ ദിസ് കമ്മിങ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാൻ പറ്റും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ബയോയിൽ ലിങ്ക് ഉണ്ട്. യു ക്യാൻ ക്ലിക്ക് ആൻഡ് ജോയിൻ us. English House. English at your fingertips.